കാസർഗോഡ് പൂച്ചക്കാട് പ്രവാസി വ്യവസായി അബ്ദുൽ ഗഫൂർ ഹാജിയുടെ കൊലപാതകത്തിൽ അന്വേഷണം എറണാകുളത്തേക്കും വ്യാപിപ്പിക്കുകയാണ് അന്വേഷണ സംഘം. എറണാകുളം, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ പ്രതികൾ സ്വർണം വിറ്റുവെന്നറിയുന്നു. കാസർഗോഡ് തൊട്ടിയിൽ സ്വദേശികളായ ഉവൈസിനും ഷമ്മാസിനും കൊലപാതകത്തിൽ പങ്കുണ്ടെന്നും സംശയം. ഉവൈസ് രാജ്യം വിട്ടെന്ന് അന്വേഷണ സംഘത്തിന് ഇപ്പോൾ സംശയം ബലപ്പെട്ടിരിക്കുന്നു. അരുൺ പാറയ്ക്കൽ കാസർഗോഡ് നിന്ന് വീണ്ടും ചേരുകയാണ്. അരുൺ, വിശദാംശങ്ങൾ. എസ്.കെ.എൻ. പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി അബ്ദുൽ ഗഫൂർ ഹാജിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഈ കേസന്വേഷണം എറണാകുളത്തേക്ക് കൂടി നീങ്ങുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. എറണാകുളം, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലെ വിവിധ ജ്വല്ലറികളിൽ ഈ പ്രതികൾ സ്വർണം വിറ്റു എന്നാണ് പോലീസ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെ കാസർകോട്ടെയും കണ്ണൂരിലെയും ജ്വല്ലറികളിൽ പോലീസ് പരിശോധന നടത്തിയിരുന്നു. ചില സഹകരണ സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു. ആകെ നഷ്ടപ്പെട്ട 596 പവൻ സ്വർണത്തിൽ 117 പവൻ സ്വർണം ഇതുവരെയും അന്വേഷണ സംഘം കണ്ടെത്തി എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്നിപ്പോൾ വീണ്ടും ഈ 5 പ്രതികളെ കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നു. ഇന്ന് തിരിച്ച് കോടതിയിൽ ഈ പ്രതികളെ ഹാജരാക്കും. കൂടുതൽ ദിവസം കസ്റ്റഡി അപേക്ഷ നൽകുമെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും അതിനുശേഷം ഈ പ്രതികളുമായി എറണാകുളത്തേക്കും കോഴിക്കോട്ടേക്കും മലപ്പുറത്തേക്കുമൊക്കെ അന്വേഷണ സംഘം എത്തും. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഉൾപ്പെടെ അത് നിരത്തി ഈ പ്രതികളെ ചോദ്യം ചെയ്യുമ്പോൾ ഉൾപ്പെടെ ഈ മന്ത്രവാദിനി KH ഷമീന ഉൾപ്പെടെയുള്ള പ്രതികൾ സത്യം സമ്മതിക്കുന്നില്ല എന്നതാണ് അന്വേഷണ സംഘം പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കാസർഗോഡ് SP D ശില്പയുടെ നേതൃത്വത്തിൽ ഈ പ്രതികളെ ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ പ്രതികൾ കുറ്റം സമ്മതിക്കാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല. ഡിജിറ്റൽ തെളിവുകൾ, ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ പ്രതികളാണ് കൊലപാതകം നടത്തിയെന്ന കാര്യം പോലീസ് നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും കൂടുതൽ പ്രതികൾ കേസിലുണ്ടെന്ന് പോലീസ് പറയുന്നുണ്ട്. തൊട്ടിയിൽ സ്വദേശികളായ ഷമ്മാസും അതുപോലെ തന്നെ ഉവൈസുമാണ് ഇനിയിപ്പോൾ പോലീസിന് സംശയമുള്ളത്. എസ്.കെ.എൻ.